നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെന്റർ പ്രവർത്തനം വിപുലീകരിക്കുന്നു. കൊല്ലം നായേഴ്സ് ഹോസ്പിറ്റലിന് സമീപം ശാസ്ത്രി റോഡിൽ പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെന്ററിന്റെ സൗജന്യ സേവനങ്ങൾ 20 കിലോമീറ്ററിനുള്ളിൽ വിപുലീകരിക്കുന്നു. ക്യാൻസർ രോഗബാധിതർക്കും കിടപ്പിലായവർക്കും ആഴ്ചയിൽ 2 ദിവസം ഡോക്ടേഴ്സ് ഹോം കെയർ, ആഴ്ചയിൽ 6 ദിവസവും നഴ്സസ് ഹോം കെയർ, സ്ട്രോക്ക്, അപകടങ്ങൾ, നാഡീജന്യ രോഗങ്ങൾ എന്നിവയുള്ളവർക്ക് ഫിസിയോതെറാപ്പി, സ്വയം ഫിസിയോതെറാപ്പിക്ക് എത്താൻ കഴിയാത്തവരെ വാഹനം അയച്ചു കൊണ്ടുവരുന്ന ഓജസ് പദ്ധതി എന്നീ സേവനങ്ങൾ കേന്ദ്രം സൗജന്യമായാണ് ലഭ്യമാക്കുന്നത്. എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിൽ സെൻട്രൽ കൗൺസിൽ മെമ്പർ എസ് അധ്യക്ഷനായിരുന്നു. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ആമുഖ പ്രഭാഷണവും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു പാലിയേറ്റീവ് പരിചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഡോക്ടർ രേവതി ജെ രാജൻ രോഗി പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രഭാഷണം നടത്തി. മാധ്യമപ്രവർത്തകനും സെന്റർ ഭാരവാഹിയുമായ ഷിബു റാവുത്തർ പാലിയേറ്റീവ് കെയറും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംസാരിച്ചു. ട്രഷറർ ശ്രീദേവി, എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളായ സിദ്ധാർത്ഥൻ, സുധീർ, സുദർശല, മിനി, കെന്നത്ത് ഗോമസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കുള്ള ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രതിമാസ പെൻഷൻ വിതരണം ഇന്നലെ ആരംഭിച്ചു. 329 പേർക്കാണ് പെൻഷൻ നൽകിയത്. വിമലകുമാരി, ഉണ്ണി ശ്യാമ എന്നിവർ നേതൃത്വം നൽകി. ആൽഫ വർഷം തോറും നടത്തിവരുന്ന പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ പുതിയ വർഷം ആരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഹോസ്പീസ് ലിങ്ക് സെന്റർ ഭാരവാഹികളുടെ യോഗം നാളെ നടക്കും. വൈകിട്ട് 7 മണിക്ക് ഓൺലൈനായി നടക്കുന്ന യോഗത്തിന്റെ ലിങ്ക് എല്ലാ സെന്ററുകളുടെയും ഭാരവാഹികൾക്കും ഇതിനകം അയച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കണമെന്നും ഗവേണിംഗ് കൗൺസിലിനു വേണ്ടി കമ്മ്യൂണിറ്റി ഡയറക്ടർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്ത അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.